ജോസഫ് മാഷിന്റെ കൈ വെട്ടിക്കളഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ ഒന്നാം പ്രതി അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കൊലപാതകങ്ങളുടെ കഥ കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ധീരജ് അല്ലെങ്കിൽ അഭിമന്യു രക്തസാക്ഷികളാണെന്ന് പറഞ്ഞ വലിയ രീതിയിൽ നമ്മൾ എന്താ പറയാ മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കാണാറുണ്ട്. ഇവരുടെയൊക്കെ മരണത്തെ നമ്മൾ സംശയിക്കേണ്ടി വരില്ലേ? സംശയം ഉറപ്പാണ്. എനിക്ക് അഭിമന്യുവിന്റെ കൊലപാതകത്തിനകത്ത് ഒന്നുകൂടി അന്വേഷണം നടത്തുന്ന ആവശ്യക്കാരൻ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അഭിമന്യുവിനെ ആരാണ് ടെലിഫോൺ ചെയ്ത് വട്ടവടയിൽ നിന്ന് വരുത്തിയത്, മഹാരാജാസ് കോളേജിൽ കൊണ്ടുവന്ന ആരാണ്, രാത്രി 8:30 മണിക്ക് കൊണ്ടുവന്ന ആരാണ്, കൊലപ്പെടുത്തിയുള്ള പ്രതികൾ പോയത് എവിടേക്കാണ്, അവർ ആലപ്പുഴ ജില്ലയുടെ ഏത് ഭാഗത്താണ് പോയത്, അവർ അരൂക്കുറ്റി വഴിക്ക് അവർ യാത്ര ചെയ്തിരുന്നോ, അവിടുത്തെ MLA ആരാണ്, അവിടുത്തെ MP ആരാണ്, അവർക്ക് ഈ സംഭവത്തിനകത്ത് പങ്കില്ലേ, ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്തിന് ജോസഫ് മാഷിന്റെ കൈ വെട്ടിക്കളഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ ഒന്നാം പ്രതി അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് MA ബേബിയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ ബേബിയാണ് പറഞ്ഞത് രൂപതാന്ന് ചെല്ലി രൂപത എന്ന് പറഞ്ഞാൽ രൂപ മേടിക്കുന്നവരും കൂടുതൽ പണം മേടിക്കുന്നവരാണ് അതിരൂപത എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത്. ഇത് കേട്ടപ്പോൾ ജോസഫ് മാഷ് ധരിച്ചു ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിച്ചു. അതുകൊണ്ട് അദ്ദേഹം PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ഗുരുവായൂർ MLAയുടെ ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുകയും അതിലാണ് ഭ്രാന്തൻ പ്രയോഗം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജോസഫ് മാഷ് വെറും ഒരു എര മാത്രമാണ്. പ്രധാന പ്രതി PT കുഞ്ഞുമുഹമ്മദും MA ബേബിയും ക്രൈസ്തവ സഭയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയത് പാവപ്പെട്ട ജോസഫ് മാഷിനാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, സാധാരണ പ്രവർത്തകര്, അവരേറെ പേര് നിരപരാധികളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവരേറെ പേര് നാളെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ തരം പ്രവർത്തകന്മാരെ അണികളെ കൊലയ്ക്ക് കൊടുക്കുന്ന പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്.